ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ലേ? ഞാനുണ്ടല്ലോ, എന്താ കാര്യം? ഇത് പ്രകാശിന്റെ വീടാണോ? അതെ, ഞാൻ അവൻ്റെ അച്ഛനാ. പ്രകാശൻ എന്ത് ചെയ്യും? അവൻ സ്പെഷ്യൽ ക്ലാസ്സിൽ പോയല്ലോ, ഇരിക്കും. അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഞങ്ങളുടെ റാണിമോളും സ്പെഷ്യൽ ക്ലാസ്സിനാണ് പോയിരിക്കുന്നത്. റാണിയും പ്രകാശനും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പറഞ്ഞിട്ടില്ലേ? ഓ, അറിയാമല്ലോ. എന്നാലേ ഞാനൊരു കാര്യം പറയാം, ചെറുക്കനെ മര്യാദയ്ക്ക് വളർത്തിക്കൊണ്ട. ഇങ്ങനെ ഉണ്ടോ ഒരെണ്ണം? ഞങ്ങളുടെ റാണിമോളെയും കൊണ്ട് എങ്ങോട്ടാ പോയെന്ന് ആർക്കറിയാം? ഓ, ഇപ്പോഴാ ഒരു സമാധാനമായത്. സമാധാനോ? ചെറുക്കൻ കാണിക്കുന്ന തോന്നിയാസം നിങ്ങൾക്ക് സമാധാനോ? അവൻ ഭയങ്കര പഠിപ്പിസ്റ്റല്ലേ, അവൻ എല്ലാത്തിനും 90-100 മാർക്കാ. അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ റാണിമോൾ അവനുമായിട്ട് കൂട്ടുകൂടിയത്. എന്നാലും ഒരു സംശയം, ഒരു ആശ്വാസമായി. എന്തായാലും താൻ എവിടുത്തെ തന്തയാണോ? ചെറുക്കൻ കാണിക്കുന്ന കൂത്താട്ട് ഇങ്ങർക്ക് ആശ്വാസമാണെന്ന്. തന്തയാണ് പോലും തന്ത. അല്ലല്ല, അവൻ എല്ലാത്തിനും 90-100 മാർക്കാ. എനിക്കാണെങ്കിൽ 90-100 ആ വർഷാവസാനമേ കിട്ടൂ. ഒരു വർഷം കംപ്ലീറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് ലാസ്റ്റ് കിട്ടുന്ന മാർഗമായിരിക്കും 90-100 അല്ലേ? അതെ. ആനുവൽ എക്സാമിന് എല്ലാ മാർക്കും കൂട്ടുമ്പോൾ ഒരു 90-100 അടുപ്പിച്ച് കിട്ടും. അപ്പോ ആളൊരു മണ്ടനല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. മാർക്കിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതാ ഒരു സംശയം, ഒരു ടെസ്റ്റ് നടത്തിയാലോന്ന്. ടെസ്റ്റോ? DNA ടെസ്റ്റ്. മകൻ നല്ല മാർക്ക് മേടിച്ച് പഠിക്കുന്നതിന് അച്ഛന് DNA ടെസ്റ്റോ? അല്ല, അവൻ ഭയങ്കര പഠിപ്പിച്ചാണല്ലോ, അതുകൊണ്ടാ ടെസ്റ്റ് നടത്താന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും ടെസ്റ്റ് വേണ്ട. അതെന്താ വേണ്ടാത്ത? അവൻ എൻ്റെ മോൻ തന്നെയാ, ഉറപ്പ്. അവനും കുറെ സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടേ. അപ്പോൾ അച്ഛനും മോനും ഇതായിരുന്നു അല്ലേ പണി? അപ്പോൾ അച്ഛൻ്റെ തനി പകർപ്പ് ശരിയാക്കി തരാം അച്ഛനെ മോന്. പിന്നെ മകനെ നേരെ വണ്ണം വളർത്തിയില്ലെങ്കിലേ ഞങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് അറിയാൻ വയ്യാട്ടാ, ചിലപ്പോൾ ചെറുക്കൻ്റെ കയ്യോ കാലിൻ്റെ എണ്ണത്തിലൊന്ന് കുറവ് വന്നേക്കാം. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ അവിടെ ഒരു ബഹളം? ആരാ അവിടെ? നമ്മുടെ പ്രകാശിന്റെ കൂടെ പഠിക്കുന്ന റാണിയില്ലേ? റാണിയുടെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വരുന്നേ, അല്പം തിരക്കില്ല. പതുക്കെ വന്നാ മതി. ഞാൻ ചേച്ചിയല്ല, റാണിയുടെ അമ്മയാണ്. സത്യം? അതെ, ശരിക്കും റാണിയുടെ അമ്മയാണ്. ഈ കണ്ടാ പറയത്തില്ല കേട്ടോ, ഈ പ്രസരിപ്പും മുഖകാന്തിയും ആകെ മൊത്തം നോക്കിയാലേ ഒരു 12 പഠിക്കുന്ന കൊച്ചിൻ്റെ തള്ളയാണെന്ന് പറയത്തില്ല കേട്ടോ. ഒന്ന് പോട്ടാ, കളിയാക്കാതെ. കളിയാക്കിയതല്ല. അല്ല ഇപ്പൊ ഏത് സോപ്പാ ഉപയോഗിക്കുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. എല്ലാ മാസവും ഹസ്ബൻഡ് കുറേ സോപ്പും ഷാമ്പൂ ഒക്കെ കൊണ്ടുവന്ന് തരും, ഞാനത് ഉപയോഗിക്കും. അപ്പോൾ പുള്ളിക്കാരന് സോപ്പ് കമ്പനിയാണോ? അല്ലല്ല, അദ്ദേഹം വലിയ ബിസിനസ്മാനാ. അദ്ദേഹം എല്ലാ മാസവും ടൂറിലായിരിക്കും. അദ്ദേഹം താമസിക്കുന്നതേ വലിയ വലിയ ഹോട്ടലിലാ. അപ്പോൾ പുള്ളിക്ക് കുളിക്കാൻ കൊടുക്കുന്ന സോപ്പും ഷാമ്പൂ ഒക്കെ എനിക്കൊണ്ടൊന്ന് തരും, ഞാനത് ഉപയോഗിക്കും. പുള്ളിക്കാരൻ എന്താ ജോലി? അദ്ദേഹം BDM ആ. ബീഡി കമ്പനിയോ? ബീഡിയല്ല, പിന്നെ BDM, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ. അപ്പോൾ ഒരു ചെറിയ കറക്ക് കമ്പനി അങ്ങനെയും പറയാം. ചേട്ടൻ എന്താ ജോലി? ഞാനൊരു കളക്ടറാ. ശരിക്കും? എന്താ വിശ്വാസമായില്ലേ? അയ്യോ ഇല്ല ഏട്ടാ, സോറി സാർ, ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. അല്ല, അപ്പം ഇന്ന് പോകണ്ടേ? ഈ തൊപ്പി വെച്ച ശിപ്പായിമാരൊക്കെ വന്ന് ഇങ്ങനെ സാറിന് കാറിലൊക്കെ കൊണ്ടുപോയില്ലേ? ഞാൻ അവരിതുവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാന് ആ ടൈപ്പ് കളക്ടറല്ല. പിന്നെ ഈ ചില ആൾക്കാരൊക്കെ ഈ കാറ് മേടിക്കാനും ഈ വീട് വയ്ക്കാനും ഒക്കെ പണയം വയ്ക്കുമല്ലോ. ആ
അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. എന്ന് വെച്ചാ ഈ ചില ആൾക്കാരൊക്കെ ആ, സമയത്തിന് പൈസ അടയ്ക്കാതാവും. അതെ, അടയ്ക്കത്തില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് മുതലടപ്പിക്കും. ചേട്ടാ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി എന്ന് പറയുമ്പോ പറഞ്ഞും പറയാതെയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കും. ചേട്ടാ സത്യം പറ, ആ. ചേട്ടൻ മറ്റേതല്ലേ? ഞാൻ ആ ടൈപ്പൊന്നും അയ്യോ, അല്ലല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടനീ ഗുണ്ട. അങ്ങനെ പറയാം. അയ്യോ, എന്തൊരു അത്ഭുതം! ഞാൻ ആദ്യമായിട്ടാ ഒരു ഗുണ്ടെ നേരിട്ട് കാണുന്നത്. അത് ഇത്രയും എത്രയും അല്ല, ഇത്രയും സുന്ദരനായ ഒരു ഗുണ്ടക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കുവോ? എന്ത് ഞാൻ ചെയ്യാം, ഞാനൊരു സുന്ദരനായി പോയില്ലേ. വന്നപ്പോഴേ ഞാൻ ആ മസിൽ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോഴേ ചേട്ടാ, ആ, എന്തായാലും ആ. റാണിയുടെ അമ്മേ, അല്ല റാണിയുടെ ചേച്ചി. ഒന്ന് പോ ചേട്ടാ, കളിയാക്കാതെ. എന്നെ പങ്കജ വേണ്ട, എന്നെ പങ്കിന്ന് വിളിച്ചാൽ മതി. അപ്പോ പറയൂ, പങ്കജം അല്ല പങ്കി. ഞാൻ നേരത്തെ കുട്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്നും ചേട്ടാ കാര്യമായിട്ട് എടുക്കണ്ട. പിള്ളേരല്ലേ ചേട്ടാ. പക്ഷേ അവനിങ്ങി വരട്ടെ, അവന്റെ മുട്ടുകാർ ഞാൻ തല്ലിയൊടിക്കും. അയ്യോ വേണ്ട ചേട്ടാ. അവൻ എൻ്റെ പങ്കിയുടെ മോളെ. ശോ, അതൊന്നും വേണ്ട. പിള്ളേരാകുമ്പോൾ ഇത്തിരി കുസൃതികളൊക്കെ കാണിച്ചെന്നിരിക്കും. ആ. സാരമില്ല. ആ, എന്നാലും പങ്കി പറഞ്ഞതുകൊണ്ട് തൽക്കാലം അത് മതി, അത് ഇടാം. മതി ചേട്ടാ. ചേച്ചി എന്തെടുക്കുക? അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണോ? അത് രാവിലെ ഞാൻ ഉണ്ടാക്കി. ഓ, അപ്പൊ പിന്നെ എന്തെടുക്കുക? ടിഷ്യൂനെ മറ്റേ പോവാൻ വേണ്ടി ഒരുങ്ങുകയാ. ടിഷ്യനോ? ബ്യൂട്ടീഷ്യനോ ന്യൂട്രീഷനോ ഓ കാണാൻ വേണ്ടി. ഓ ഓ, അപ്പോഴേ ചേട്ടാ, ഉം. പിള്ളേരുടെ ആ ബന്ധം തുടരട്ടെ. വഷളാകാതെ ഞാൻ നോക്കിയാ പോരെ? അതിനൊക്കെ ഉള്ള കഴിവ് പങ്കിക്കൊണ്ടിരിക്കും, മനസ്സിലായി. ഒന്ന് പോ ചേട്ടാ. ചേട്ടാ, ഈ സമാഗമം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും. ഇതൊക്കെ ഒരു നിയോഗമാണ്. അതെ, നിയോഗം. നിയോഗം. എന്താ അവിടെ ഒരു യോഗവും നിയോഗവും? ഞാൻ അങ്ങോട്ട് വരുന്നേ, കുറെ നേരമായി കേൾക്കുന്നു. ചേട്ടാ, കുഴപ്പമായോ? പങ്കി പോ, ഞാൻ വിളിക്കാം. ആ ശരി. അയ്യോ ചേട്ടാ, നമ്പറില്ല. അയ്യോ, ഞാൻ വിളിക്കാം. ഇതെന്താ ചേട്ടാ, എല്ലാത്തിലും ഒരേ നമ്പർ എഴുതിക്കൊണ്ടടക്കുവാണോ? എപ്പോഴാ ഒരു ബിസിനസ് ഡെവലപ്മെൻ്റായി വരുന്ന അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് പോകാറായേ, ഞാനിതാ വരുന്നേ. ചേട്ടാ, ഞാൻ പോവാ. പങ്കി ഓ